പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ ചീർത്തിരിഞ്ഞൊളി തെളിഞ്ഞു പൊങ്ങി നെയ്വാർത്തിടാകിലുമെരിഞ്ഞു മേൽക്കുമേൽ നേർത്തദീശ മിഴിയഞ്ചിടുന്ന നിൻ മൂർത്തി മുൻപു നിഴൽ നീങ്ങി നിൽക്കണേ. ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്ദവാനന്ദകം ആദ്യന്തേകമകണ്ഠചിദ്ഗണരസം പൂർണ്ണം ഹനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേതി പും ശാശ്വതം. ഗുരവേ നമഃ. ഓം സംസാരതാപശമനായ നമഃ. ഓം മനുഷ്യവിഗ്രഹായ നമഃ. ഓം സത്വഗുണോത്തമായ നമഃ. ഓം ഓം നിർമ്മലായ നമഃ. ഓം നിഗമായ നമഃ. ഓം അഭിരാഗ്യായ നമഃ. ഓം നഗരീകരിച്ചിടുവാൻ മാനത്തോട് 73 സമകൾ നന്നായി ശ്രമിച്ചാദരാൽ നമസ്തു. സ്വാഗതം ആശംസിക്കുന്നതിനായി പദയാത്രയുടെ ഏറെ ആദരണീയനായ ക്യാപ്റ്റൻ ശ്രീ വി ഗോപനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഗുരുദേവ തൃപാദത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ കൽപ്പിച്ചനുവദിച്ച ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 92ാമത് മഹാസമാധിയിൽ സമാരംഭം കുറിച്ചിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് നമ്മളുടെ എറികാട് ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ 8ാമത് തീർത്ഥാടനം എറികാടിൻ്റെ മണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ഈ വേളയിൽ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി തന്നപ്പോൾ നമ്മളോട് ഉത്ബോധിച്ച മഹത്തായ സന്ദേശമുണ്ട്. തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമായിരിക്കണമെന്ന്. ആ തീർത്ഥാടനത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ ദർശനത്തിനനുസരിച്ച് അറിവിൻ്റെ തീർത്ഥാടനം 7 വർഷമായിട്ട് എറികാട് ശിവഗിരി തീർത്ഥാടന പദയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാം ചൊരിഞ്ഞുകൊണ്ട് ഈ നാടിനും ദേശത്തിനും ഗുരുവിന്റെ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടാണ് എറികാട് ശിവഗിരി തീർത്ഥാടന പദയാത്ര പോകുന്നത്. തീർച്ചയായിട്ടും ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നടത്തിക്കൊണ്ട് യൂറോപ്പിന്റെ ആണ്ടുപിറവി ദിനത്തിൽ എല്ലാവരും പുതുമനുഷ്യരാക്കിക്കൊണ്ട് പൊതുജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുവാനായിട്ട് സാധിക്കുന്ന വലിയ സന്ദേശത്തോട് ചെയ്ത അരുളിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് കോട്ടയം ജില്ലയ്ക്ക് ഭഗവാന്റെ ദർശനത്തെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും നമ്മൾ ഒരുപാട് യൂണിയനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര
കരുനാഗപ്പള്ളി, ചവറ, കൊല്ലം, വർക്കല അങ്ങനെയുള്ള എല്ലാ യൂണിയനുകളിലും കൂടി പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഗുരുവിന്റെ സന്ദേശം അറിയിക്കുവാൻ നല്ല പ്രഭാഷകരെയൊക്കെ വിളിച്ചുകൊണ്ട് സത്സംഗങ്ങൾ നടത്തിക്കൊണ്ടും അറിവിന്റെ തീർത്ഥാടനം ദേശത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഭഗവാൻ വഴികാട്ടിയ വഴികളിലൂടെയാണ് എരകാട് ശിവഗിരി തീർത്ഥാടന പദയാത്ര പോകുന്നത്. തീർച്ചയായിട്ടും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഇന്ന് വന്നെത്തിയ എല്ലാവരെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് വളരെ പ്രാധാന്യമേറിയതാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആലുവ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ചേർത്ത ആദ്യ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം വത്തിക്കാനിൽ വെച്ച് നടന്ന് ഇറ്റാലിയൻ ഭാഷയിൽ ഗുരുവിന്റെ ദൈവദശകം എന്നത് ലോകത്തിന് സമർപ്പിച്ച ആ സുദിനമായിട്ടുള്ള നിമിഷത്തിൽ ഈ 92ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്ര വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഭഗവാന്റെ സന്ദേശം ലോകമറിഞ്ഞ ആ ഒരു കാലമാണ്, ആ ഒരു ദിനമാണ്. ഭഗവാന്റെ സന്ദേശം നമുക്കറിയാം. 8 വിഷയങ്ങളിൽ അവസാനം ഭഗവാൻ പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം. ആ 100 വർഷങ്ങൾ ഭഗവാന്റെ ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ശാസ്ത്ര സാങ്കേതിക വിദ്യ എവിടെ വരെ എത്തിയിരിക്കുന്നു എന്ന് ഞാൻ തന്നെ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സന്ദേശത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, ശ്രീനാരായണ ധർമ്മത്തിന് അനുഷ്ഠിതമായി നമ്മൾ ജീവിക്കുമ്പോൾ ഭഗവാന്റെ എല്ലാവിധ കൃപാകടാശങ്ങളും നമുക്കും നമ്മുടെ നാടിനും ദേശത്തിനുമെല്ലാം ഭഗവാൻ ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ മാതൃക പുലർത്തിക്കൊണ്ട് എരകാട് ശിവഗിരി തീർത്ഥാടന പദയാത്ര 8ാമത് തീർത്ഥാടനം ഇവിടുന്ന് പുറപ്പെടുകയാണ്. അതിനിവിടെ വന്നെത്തിയ എല്ലാവരെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ശിവഗിരി തീർത്ഥാടന പദയാത്ര എരകാടിന്റെ നവതി ആഘോഷത്തിന് 2016 തുടക്കം കുറിച്ചപ്പോൾ ആ ദിനം മുതൽ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതിന്റെ ധർമ്മ പതാക കൈമാറുന്നത് SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയന്റെ ഏറെ ബഹുമാനപ്പെട്ട ആദരവ് നിറഞ്ഞ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കോലാട്ടുകളാണ്. അദ്ദേഹത്തിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ധർമ്മ പതാക ഏറ്റുവാങ്ങുമ്പോൾ സംഘടന കൊണ്ട് ശക്തരാകണമെന്നുള്ള സന്ദേശവും വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടണമെന്നുള്ള സന്ദേശവും ഗുരുവ് ചുരുങ്ങനുഗ്രഹിച്ചു തരുന്നതാണ്. ഒരു തടസ്സവും ഒരു വിഘ്നങ്ങളും കൂടാതെ നാളിതുവരെ ഭഗവാന്റെ അവിടെ പോകാൻ സാധിച്ചെങ്കിൽ ആ കരങ്ങളുടെ വർഷം ഞങ്ങളോടൊപ്പമുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും അത് തന്നെ കാക്കുന്നു. തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ എല്ലാ സഹയോഗത്തിന്റെ കാര്യങ്ങൾക്കും സമുദായപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വന്നുകൊണ്ട് ശ്രീനാരായണത്തിന് അനുസൃതമായിട്ട് ചെയ്ത കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ഗിരീഷ് കോനാട് സാറിനെ എരകാട് ശിവഗിരി തീർത്ഥാടന 8ാമത് തീർത്ഥാടന സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതിനുപരിയായിട്ട് നമുക്ക് ഇന്നിവിടെ ഉദ്ഘാടനം നടത്തുവാനായിട്ട് പറഞ്ഞിരുന്നത് നമ്മുടെ പുതുപ്പള്ളിയുടെ MLA ആയ ഏറെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ ചാണ്ടി ഉമ്മൻ സാറാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും നമ്മളവിടെ പോയപ്പോൾ ഒരു ദിനം എനിക്ക് ബാംഗ്ലൂർ പോകണം, അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് എല്ലാ വർഷവും തിരുവനന്തപുരത്ത് ക്യാൻസർ പേഷ്യന്റിന് ക്രിസ്മസിന്റെ സദ്യ വിളമ്പുന്ന ഒരു ചടങ്ങുണ്ട്. അത് മാറ്റിവെച്ചിട്ടാണെങ്കിലും ഞാൻ ഇവിടെ എത്തിക്കൊള്ളാമെന്നാണ് ഞങ്ങളോട് വാക്ക് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും ആ നാമത്തെ ഓർത്തുകൊണ്ട് അതിന്റെ പ്രതിനിധികളായിട്ട് ഇവിടെ 2 പേരെയാണ് വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, പുതുപ്പള്ളിയുടെ ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള ശ്രീ KB ഗിരീശൻ ചേട്ടൻ. നമുക്കറിയാം, നമ്മളെ എല്ലാവരെയും സുപരിചിതമായി കണ്ടുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് നിർവഹിച്ചു തരികയും സാമുദായിക രംഗത്ത് സജീവമായിട്ട് നിന്നുകൊണ്ടും പുതുപ്പള്ളിക്കരയിൽ ജനസേവനം നടത്തിയ വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ഗിരീഷ് ചേട്ടനെ ഈ പദയാത്രാ സമിതിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സാം കെ വർക്കി. ഈ 2 പ്രതിനിധികളെയാണെന്ന് ചാണ്ടി ഉമ്മൻ സാറ് എരകാടിന്റെ മണ്ണിലേക്ക് തന്റെ പോരായ്മ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച് യാത്രയാക്കണമെന്ന് പറഞ്ഞ 2 പ്രതിനിധികളായിട്ടുള്ള സാം കെ വർക്കിക്കും ഈ പദയാത്രാ സമിതിയുടെ പേരിൽ എരകാടിന്റെ മണ്ണിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതേപോലെ തന്നെ ശ്രീനാരായണ സെൻട്രൽ സ്കൂള്, നമ്മുടെ 8 വിഷയങ്ങളിൽ ആദ്യം ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസമാണ്.
ആ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പുതുപ്പള്ളിയുടെ മണ്ണിൽ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ ആരംഭിക്കുകയും ഇന്ന് അതിന്റെ മാനേജിംഗ് ഡയറക്ടറും അതിന്റെ കൺവീനറും സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള ശ്രീ ഷിബു നാലുനാക്കൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നാലുനാക്കൽ സഹായോഗത്തിന്റെ ഏറെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടു കൂടിക്കൊണ്ട് എറികാടിന്റെ ഈ പദയാത്ര മണ്ണിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതിലുപരിയായിട്ട് എറികാടിന്റെ ഏറെ ബഹുമാനപ്പെട്ട സഹായോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ പ്രകാശൻ അവറുകളെയും വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജീവ് കാര്യവള്ളി അവളുകളെയും ഏറെ ബഹുമാനവും സ്നേഹവും നമ്മുടെ പിതാവിന് തുല്യമായിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ദിവാകരൻ അച്ഛനെയും മറ്റ് സഹായോഗത്തിന്റെ കമ്മിറ്റിക്കാരെയും വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും കുമാരി സംഘത്തിന്റെയും മുൻകാല പ്രവർത്തകരെയും ഒക്കെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശാന്തിമാര് ഇതിന് അനുഗ്രഹം ചൊരിയുവാനായിട്ട് ഒത്തിരി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബൈജു ശാന്തികള് ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായിട്ടുള്ള അരുൺ ശാന്തികൾ ഉടൻ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്നത്തെ പൂജാതി കർമ്മങ്ങൾ മഹാഗുരുവിന്റെ മഹാഗുരുപൂജയും ഗണപതി ഹോമവും ഒക്കെ നൽകി നമ്മളെ ധന്യമാക്കിക്കൊണ്ട് അനുഗ്രഹം നൽകിയ ശ്രീ സഞ്ജിഞ്ച ശാന്തി, ബൈജു ശാന്തികൾ, കുറ്റിക്കാട് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമായിട്ടുള്ള കുറ്റിക്കാട് ദേവി ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായിട്ടുള്ള ശ്രീ സുതിമോൻ ശാന്തികൾ, അങ്ങനെ എല്ലാ ശാന്തിമാരെയും വളരെ ആദരവോട് കൂടിയിട്ട് ഈ പദയാത്രാ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറെ അറിയാം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരുടെ സുഖത്തിനായി വരണമെന്നുള്ള കാഴ്ചപ്പാടുകൂടി കൂടിക്കൊണ്ട് പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തത്വമസി ചാരിറ്റി ട്രസ്റ്റ് അതിന്റെ എല്ലാ ഭാരവാഹികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പാണ് ഇന്ന് ഈ പദയാത്രയ്ക്ക് നൽകിയത്. അതിന്റെ ഏറെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സുരേഷ് പി വാസു, അതുപോലെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടിക്കൊണ്ട് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കേരള കൗമുദിയിൽ ഇന്ന് ഇന്നലത്തെ നമ്മുടെ പദയാത്രയുടെ റിപ്പോർട്ട് കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചതാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ അജിത്ത് കാടമുറയാണ്. തീർച്ചയായിട്ടും അജിത്തും ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, സമയം എത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വന്നുകൊള്ളാൻ പറഞ്ഞ അജിത്തിനെയും നമുക്കറിയാം, നമ്മുടെ ഏത് കാര്യത്തിനെയും ലോകത്തെ അറിയിക്കുന്ന, നമ്മുടെ സന്ദേശങ്ങൾ അറിയിക്കുന്ന കേരള കൗമുദി, ആ കേരള കൗമുദിയിലെ ഒരു ജീവനക്കാരായി നിന്നുകൊണ്ട് എറികാട് ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ സന്ദേശങ്ങൾ ലോകമറിയിക്കുവാൻ മനസ്സിനുടമയായിട്ടുള്ള അജിത്തിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളിയിരിക്കുകയാണ്. പ്രാധാന്യം അർപ്പിക്കുന്ന 2-3 പദയാത്രികരുടെ ഏറെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ പ്രഭാഷം ചാലുങ്കലാണ്. നമുക്കറിയാം, സഹായോഗത്തിന്റെ പ്രസിഡന്റായിട്ടും യൂണിയൻ കൗൺസിലറായിട്ടും ഒരുപാട് കാലങ്ങൾ സമുദായ പ്രവർത്തനത്തിൽ നിൽക്കുകയും അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പദയാത്രയ്ക്ക് വേണ്ട കാര്യങ്ങൾ 3 മാസം മുമ്പ് തൊട്ട് പൊതുയോഗം വിളിച്ചുകൂട്ടി അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ശ്രീ പ്രഭാഷിയേട്ടനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അതിന്റെ കൺവീനറായിട്ടുള്ള ശ്രീ സുധാകരൻ ചേട്ടനെയും വളരെ സ്നേഹത്തോടു കൂടി, ഇവർ രണ്ടുപേരും കൂടിയാണ് സമുദായത്തിന്റെ മുൻകാല പ്രവർത്തകരെന്നുള്ള രീതിയിൽ എല്ലാവരെയും സമീപിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം നിർവഹിക്കുവാൻ നാളിതുവരെയുള്ള നല്ല പ്രവർത്തനം നടത്തിയ സുധാകരൻ ചേട്ടനെ ഇന്നത്തെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അതിന്റെ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ തങ്കമ്മ കൊച്ചുകരോട്ട്, ജോയിന്റ് കൺവീനറായിട്ടുള്ള ശ്രീ സതീഷ് കൊച്ചുകരോട്ട്, അതുപോലെ തന്നെ പദയാത്രയ്ക്കിടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന അശോകൻ കാലായിപ്പറമ്പ്, സഹായോഗത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പദയാത്രയുടെ ക്രമീകരണങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നിൽക്കുന്ന ശ്രീ ജിനോമാൻ അവറുകളെയും മറ്റേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, പദയാത്രയുടെ ഭാരവാഹികളായിട്ട് കോർഡിനേറ്ററായിട്ട് നിൽക്കുന്ന ഓമന ഗോപി, നമുക്കറിയാം സഹായോഗത്തിന്റെ മുൻ സെക്രട്ടറിയാണ്. പദയാത്ര എന്ന് കേട്ട് കഴിയുമ്പോൾ തന്റെ രോഗ അവസ്ഥകളെല്ലാം മാറിക്കൊണ്ട് ഭഗവാന്റെ ഉണർവോട് കൂടിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിക്കൊണ്ട് പദയാത്രയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ സമർപ്പിക്കാമോ അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലത്തെ ഇവിടെ ചെറിയ അന്നദാനം സമർപ്പിച്ചതുപോലും ഓമന ഗോപി കാര്യവള്ളിന്റെ കുടുംബമാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും ഓർത്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ശ്രീ ഗിരീഷ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പദയാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റും അതിലൊക്കെ ഉപരി ആത്മീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട വൈദ്യശാന്തികള്,
നമ്മുടെ ക്ഷേത്രത്തിന്റെ മേൽശാന്തി പ്രിയപ്പെട്ട സച്ചിൻ ശാന്തികൾ അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് വിശ്വാസിയുടെ സുഹൃത്തുക്കളെ ഏറെയാട് SNDPയുടെ നേതൃത്വം നടത്തുന്ന ഈ ശിവഗിരി തീർത്ഥാടനം 8ാമത് വർഷമാണ്. ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ചടങ്ങ് ഉദ്ഘാടനമല്ല, പതാക കൈമാറ്റമാണ്. ആ പതാക കൈമാറ്റം ചങ്ങനാശ്ശേരി യൂണിയൻ്റെ പ്രസിഡന്റിനെ 7 പ്രാവശ്യവും നിർവഹിച്ച് 8ാമത്തെ പ്രാവശ്യവും ഈ പതാക കൈമാറുന്ന ചടങ്ങിലേക്ക് വന്നെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ പരിശുദ്ധിയും പരിപാലനത്വവും എത്രമാത്രമാണ് എന്നതിനെക്കുറിച്ച് എൻ്റെ അധ്യക്ഷ പ്രസംഗം തന്നെ വിശദമായി പറയുകയുണ്ടായി. ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ കൂടെ പ്രവർത്തിക്കുവാനും വളർന്നു വരുവാനും അവസരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ പറയാനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് ആത്മവിശ്വാസത്തോടും അഭിമാനത്തോടും കൂടി നമുക്ക് പ്രവർത്തിക്കാം. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കുമ്പോഴേക്കും ഗുരുദേവന്റെ ആദർശ തത്വങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേക്കും നമുക്ക് ഈ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ആൾക്കാരുടെയും മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങുവാനായിട്ട് സാധിക്കും. നമ്മളൊരു പ്രത്യേകമായ ഒരു വിശ്വാസ സമൂഹത്തിന് വേണ്ടി വാദിക്കുന്നവരല്ല, അറിയിക്കുവാനും എന്ന് മാത്രമല്ല, വാദിക്കാനല്ല എന്ന് പറഞ്ഞ് ഗുരുദേവൻ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. വിദ്യാലയങ്ങളുടെ വിപുലീകരണം, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ മാറ്റങ്ങൾ, ഇതെല്ലാമാണ് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് ആവശ്യമെന്ന് ഈ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ആ കാഴ്ചപ്പാടോടുകൂടി വന്ന ഒരു പത്രപ്രസ്ഥാനം തന്നെ കേരളത്തിലുണ്ട്. കേരളത്തിലെ കേരള കൗമുദി എന്ന പത്രപ്രസ്ഥാനം കെ സുകുമാരൻ ഫാദർ CV കുഞ്ഞിരാമന് ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ ഒരു പത്രസ്ഥാപനമാണ് കേരള കൗമുദി എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത്രമാത്രം ദീർഘവീക്ഷണത്തോടുകൂടി ഈ പൊതുസമൂഹത്തിൽ നമ്മുടെ ആദർശ തത്വങ്ങൾ അത് പ്രചരിപ്പിക്കാനും പഠിപ്പിക്കുവാനും അവസരങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഗുരുദേവ സന്ദേശങ്ങൾ ജാതിഭേദം മതദ്വേഷം ഭേദമില്ലാതെ സർവ്വരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്നുള്ള ആശയത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്നത്. നമുക്ക് ജാതിയോ മതത്തിനോ അമിതമായ കാഴ്ചപ്പാടുകളില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മുടെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ജീവിത മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ നമുക്ക് ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിന്റെ വളർച്ച, കാർഷിക മേഖലയുടെ വളർച്ച, വ്യാവസായിക മേഖലയുടെ വളർച്ച, അങ്ങനെ മറ്റെല്ലാ മേഖലകളിൽ കൂടി നമ്മൾ ഉയർന്നു വരണമെന്നുള്ള കാഴ്ചപ്പാടാണ്. ഇന്ന് 5 വയസ്സുള്ള കുട്ടികൾ വരെ ഈ നമ്മുടെ ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ 5 വയസ്സുള്ള കുട്ടി വരെ നമുക്ക് പദയാത്രയിൽ പങ്കെടുത്തു പോകുമ്പോഴേക്കും ആ കുട്ടിയുടെ മനസ്സിൽ പോലും ആ പ്രചോദനമാണ് ഉണ്ടാകുന്നത്. വ്യക്തിത്വമുള്ള കുട്ടികൾ വളർന്നു വരിക, ആ വ്യക്തിത്വത്തിലേക്ക് വളർച്ച കാഴ്ചപ്പാട്, മദ്യവും വിഷമാണ് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, മദ്യത്തിനും മയക്കുമതിനുമായിട്ടുള്ള സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ അധ്വാനം പൂർണ്ണമായിട്ടും നമുക്ക് പ്രയോജനപ്രദമാകണമെന്നുള്ളതിന്റെ ആശയമാണ് വിദ്യാഭ്യാസ മേഖലയെ കൂടെ അദ്ദേഹം കാഴ്ചപ്പാട് തന്നത്. ഗുരുദേവ സന്ദേശം ലോകമെങ്ങും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഗുരുദേവ സന്ദേശത്തിന്റെ ലോകവ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ MLA ശ്രീമാൻ ചാണ്ടി ഉമ്മൻ തന്നെ നേതൃത്വം കൊടുക്കുവാനും ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രചോദനം ഉൾക്കൊള്ളുവാനും അന്തർദേശീയ തലത്തിൽ തന്നെ ഗുരുദേവ സന്ദേശത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി പുറപ്പെട്ട ചാണ്ടി ഉമ്മന്റെ ഒരു പ്രതിനിധി നിലയിലാണ് ഇവിടെ വരുവാനുള്ള അവസരം ഒരുക്കി തന്ന ഈ ശിവഗിരി തീർത്ഥാടനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്, എല്ലാവിധ ഭാവുകളും നേരുന്നു. യോഗത്തിലേക്ക് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാംബേ ഉർക്കി അടക്കമുള്ള ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. എക്കാലവും ശിവഗിരിയിൽ നിന്നുള്ള ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെയും ഈ സന്ദേശങ്ങളും ആദർശങ്ങളും ജീവിതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. ഈ പൊതുസമൂഹത്തിന് പ്രേരിപ്പിക്കുവാനും സാധിക്കട്ടെ. ഈ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഈ പദയാത്ര അവിടുന്ന് ആരംഭിക്കുമ്പോൾ ഈ പൊതുസമൂഹത്തിൽ വരും കാലങ്ങളിലേക്ക് വരുമ്പോൾ ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുവാൻ അവസരം ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ഈ പൊതുസമൂഹത്തിൽ വ്യത്യസ്തമായി കൂടുതൽ സമുദായ ശാഖകളുണ്ടെങ്കിൽ പോലും അഭിമാനത്തോടു കൂടി എറിയാട് ശാഖയ്ക്ക് പറയാൻ സാധിക്കും, ഞങ്ങളുടെ ശാഖയിൽ നിന്നാണ് ഈ പദയാത്ര ആരംഭിക്കുന്നത്. 80 പേരോട് കൂടിയുള്ള പദയാത്ര 7 വർഷം പിന്നിട്ട് 8ാമത്തെ വർഷവുമാകുന്നു. വരും വർഷങ്ങളിൽ അത് 100 കണക്കിന് ആൾക്കാരെ
ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന പ്രത്യേകങ്ങളായി മാറട്ടെ. ശിവഗിരി സന്ദേശം പ്രചരിപ്പിക്കുവാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ. ഗുരുദേവ സന്ദേശം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തീർത്ഥാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. ആശംസ അർപ്പിക്കുന്നതിനായി മണ്ഡലം പ്രസിഡന്റ് ശ്രീ സംഘം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ചങ്ങനാശ്ശേരി യൂണിയൻ അസംബ്ലിയുടെ പ്രസിഡന്റ് ഗിരീഷ് ചേട്ടന്, ഉദ്ഘാടനം ചെയ്ത കെ വി ഗിരീശൻ, മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളെ, എറിയാട് ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ നേതൃത്വത്തിൽ 8ാമത് പദയാത്രയുടെ ആരംഭിക്കുകയാണ്. 92 വർഷങ്ങൾക്ക് മുമ്പ് നാഗമ്പടത്ത് നിന്ന് ആരംഭിച്ച ശിവഗിരി തീർത്ഥാടനം ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയൊരു തീർത്ഥാടന യാത്രയാണ്. അതിന് എറിയാട് 63 നമ്പർ ശാഖയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ തീർത്ഥാടനത്തിന് എല്ലാവിധമായ ആശംസ നേർന്നുകൊള്ളുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനായ MLA ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ്. അദ്ദേഹം ബാംഗ്ലൂരായതുകൊണ്ടാണ് അദ്ദേഹം ഈ പദയാത്രയിൽ കൂടിക്കൊള്ളാമെന്നാണ് പറയുന്നത്. MLA എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഏറെ ബഹുമാനായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ചങ്ങനാശ്ശേരി ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ തീർത്ഥാടന പദയാത്ര എല്ലാവിധ അനുഗ്രഹവും പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൻ്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവഗിരി തീർത്ഥാടനത്തിന് എറിയാട് നിന്ന് പുറപ്പെടുന്ന തീർത്ഥാടകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒറ്റ വാക്കിൽ പ്രത്യേകിച്ച് എല്ലാവിധ ആശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ എറിയാട് തീർത്ഥാടന പദയാത്രയുടെ 8ാമത് യോഗം അധ്യക്ഷം വഹിച്ച ബഹുമാന്യായ ചങ്ങനാശ്ശേരി അസംബ്ലി യൂണിയന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് ചോനക്കവറുകൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പുൽപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ഗിരീഷ് അവറുകൾ, ഇവിടെ എത്തിയിരിക്കുന്ന വൈദ്യു ശാന്തികൾ, മറ്റ് തത്വസ്മിയുടെ ഭാരവാഹികൾ, സ്കൂളിൻ്റെ ഭാരവാഹികൾ, പദയാത്രികരെ, എറിയാട് ശാഖായോഗത്തിൻ്റെ പ്രവർത്തകരെ, എല്ലാവർക്കും ഈ നമ്മുടെ ഈ 8ാമത് ധന്യമായ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് അനുഗ്രഹവും പ്രാർത്ഥനയും നൽകിയ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാഥ് ജയിക്കട്ടെ. ശ്രീനാരായണ പരമഗുരവേ നമഃ. സ്വീകരണം നൽകുന്നവർ ദയവായി രഥത്തിന് പിന്നിലേക്ക് കടന്നു വരേണ്ടതാണ്. ശകാങ്കണത്തിൽ സ്വീകരണം ഒരുക്കുന്നവർ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പുതുപ്പള്ളി, എറിയാട് ശിവഗിരി തീർത്ഥാടന പദയാത്രാ സമിതിയുടെ പ്രാർത്ഥനാ നിർഭരമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.
ശ്രീ പുതുവീട്ടിൽ ഷാജിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും കുടുംബയോഗത്തിനും അതിന്റെ ഭാരവാഹികൾക്കും പ്രബുദ്ധരായ പ്രവർത്തകർക്കും ഒരുകാല തീർത്ഥാടന പദയാത്രാ സമിതിയുടെ പ്രാർത്ഥനാ നിർത്തലമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ച വിശ്വമ എരികാടിന്റെ മണ്ണിൽ നിന്നും ശോഭ വിതറുന്ന ബാലാദിത്യ തേജസ്യായ സാന്ദ്രമാസത്താൽ പാരമ്യത്തിന്റെ പ്രകർഷം പൊഴിക്കുന്ന നാടകത്തിന്റെ ഭാസുരദീപമായ കുരിശാവിയുടെ ചൈതന്യത്തെ ഹൃദയത്തിൽ ഏന്തിക്കൊണ്ട് കാറ്റും വെയിലും മഞ്ഞും മഴയും ഹൃദയം തുടച്ചു മാറ്റി ജീവിതത്തിന്റെ നാരായണ ഗുരുദേവൻ അനുഗ്രഹം എത്ര എഴുതിയാലും തീരാത്ത ഭഗവാന്റെ പുണ്യഭൂമി സ്വീകരിക്കുന്നവരെ മഹാബോധ സ്വർഗമെന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതെ, ഈ ഭൂമിയിലെ സമ്പന്നതയും തിരുസന്നിധി
എരികാട് ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് അതിന്റെ ഭാരവാഹികൾക്കും പ്രബുദ്ധരായ പ്രവർത്തകർക്കും അംഗങ്ങൾക്കും വിശിഷ്യ വനാസംഘ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർക്കും എരികാട് ശിവഗിരി തീർത്ഥാടന പദയാത്രാ സമിതിയുടെ ഹൃദയത്തിൽ ചേർത്ത് നന്ദി സ്നേഹം അറിയിക്കുന്നതോടൊപ്പം എരികാട് ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ ഉപകാരമായി പുരുഷത്തായി നൽകുന്ന ഏറ്റുവാങ്ങുന്നതിനായി സഹായ വകുപ്പിന്റെ ഭാരവാഹികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ ശ്രീജിത്തിനും കുടുംബാംഗങ്ങൾക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് മണ്ണിൽ ആത്മീയതയുടെയും ശ്രീ ബാബുവിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എരികാട് ശിവഗിരി മാറ്റി നിശ്ചയദാർഢ്യത്തിന്റെയും ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് 8ാമത് ശിവഗിരി അഷ്ടലക്ഷങ്ങളിൽ ഉറച്ച ഓരോ മനുഷ്യരെയും അഭിവൃദ്ധിയുടെ പരമോന്നതയിൽ എത്തിക്കുവാൻ സെക്രട്ടറി ശ്രീ പി ഡി ഈശ്വരൻ അവர்களுക്കും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ പി ജെ ശിവകുമാർ, യൂണിറ്റ് ട്രഷറർ ശ്രീമതി ഗീതാ സനൽകുമാർ എന്നിവർക്കും എരികാട് പദയാത്രാ സമിതിയുടെ പ്രാർത്ഥനാ നിർഭരമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. സ്നേഹപൂർവമായ സ്വീകരണമൊരുക്കിയ കറുകച്ചാൽ ഗുരുദാസ പ്രചാരണ സഭയ്ക്കും പ്രബുദ്ധരായ പ്രവർത്തകർക്കും മറ്റെല്ലാ സഹോദരങ്ങൾക്കും എരികാട് ശിവഗിരി തീർത്ഥാടന പദയാത്രാ സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കൂടി അറിയിക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിൽ മറ്റൊരു കാര്യത്തിൽ പ്രാരംഭം മുതൽ ഏറെ പ്രചോദനം നൽകി നമ്മോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരൻ പുതുപ്പള്ളി ടുഡേ ലൈവിന്റെ മീഡിയ പാർട്ണർ ശ്രീ വിനോദ് ബീച്ചിയെ ഏറെ സ്നേഹത്തോടെ ആദരിക്കുന്നു. എരികാട് ശിവഗിരി തീർത്ഥാടന പദയാത്രാ സമിതിയുടെ പ്രാർത്ഥനാപരമായ നന്ദിയും സ്നേഹവും ശ്രീ പി ടി വിനോദ് അവർക്ക് ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ശിവഗിരി കുതിരെ ലക്ഷ്യമാക്കി തീർത്ഥാടന പദയാത്ര ഇന്ന് ഇവിടെ പ്രമുഖമായ ഒരു സ്വീകരണം ഒരുക്കിയ ലക്ഷ്യമാക്കി പ്രയാണം എരികാട് പദയാത്രാ സമിതിക്കൊപ്പം ഒരു ഭക്തിയാകുന്ന ചരടിൽ കോർത്ത മുത്തുകളായി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നടന്നു വരികയാണ്. ജയിക്കുക മഹാദേവ സമത്വവിരുദ്ധമായ സാമൂഹ്യ വ്യവസ്ഥയുടെ കാലത്തിലേക്ക് ഹൃദയ
വിശുദ്ധ സുവർണ മുദ്രയുള്ള ഒരാൾ പ്രവേശിക്കുന്നു. ജീവിതത്തിൽ ഒരു അവധൂത പാത തെരഞ്ഞെടുത്ത യുഗപ്രഭാവന രക്ഷാദശിമയിൽ മാടമ്പിത്തമണിയിച്ച ചങ്ങലക്കെട്ടുകളെ തകർത്തെറിഞ്ഞ് 8 ലക്ഷ്യങ്ങൾ അജ്ഞാന തമസിൽ മോഹമതിര പാനം ചെയ്ത് വലഞ്ഞിരുന്ന മാനവ സമൂഹത്തിന്റെ രക്ഷയ്ക്കായി ദാർശനികതയുടെ ദന്തഗോപുരങ്ങളിൽ ഒതുങ്ങിയിരിക്കാതെ സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി വന്ന് ജ്ഞാനാമൃത ഗംഗ ചൊരിഞ്ഞ അഭിനവ ഭഗീരഥനായ ശ്രീനാരായണ പരമഹംസദേവന്റെ തിരുസന്നിധിയിലേക്ക് എരുകാട് തീർത്ഥാടന പദയാത്രാ സമിതിയുടെ നേതൃത്വത്തിലുള്ള പദയാത്ര പാതയോരങ്ങളിൽ പീതവർണ്ണത്തിന്റെ മനോഹാരിത പകർന്നു നൽകി കടന്നുവരുന്നു. എരികാട് ഗുരുദേവ ക്ഷേത്രത്തിന്റെ മണ്ണിൽ ആത്മീയതയുടെ സമ്പൂർണവും സാംസ്കാരികവും ഭാരതത്തിന്റെ പാർശ്വദീപമായ ഗുരുസ്വാമിയുടെ പേരിന്റെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് കാറ്റും മഴയും മഞ്ഞും മഴയും ഭക്തിയും തുടർച്ചയും വിശ്വാസത്തിന്റെയും മുഖത്തേക്ക് 92ാമത് ചൂടിൽ കൊടുക്കാന്നതിന്റെ ഭാഗമാകുവാൻ അക്ഷാനഗിരിയായ കോട്ടയത്തിന്റെ മണ്ണിൽ നിന്ന് പദയാത്രികനായ ഭക്തർ എരുകാട് പദയാത്ര സമിതിക്കൊപ്പം ഒരു ഭക്തിയാകുന്ന ചരടിൽ കോർത്ത മുത്തുകളായി ഈ വാഹന